സൗദിയിലെ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായി തൊഴിൽ മന്ത്രാലയം പ്രത്യേക പരിശീലനം നൽകും. മികച്ച തൊഴിൽ സാഹചര്യം എങ്ങനെ സൃഷ്ടിച്ചെടുക്കാമെന്നതാണ് പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സൗദിയെ സംബന്ധിച്ച് ഇത് മാറ്റത്തിന്റെ സൂചനയായി നിരീക്ഷകർ കരുതുന്നു. വിവരങ്ങളുമായി എം അഷ്റഫ് ചേരുകയാണ്. അഷ്റഫ്, ഏതൊക്കെ രീതിയിലുള്ള പരിശീലന പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കായി പ്രത്യേക പരിശീലന പരിപാടികളുമായിട്ടാണ് സൗദി തൊഴിൽ മന്ത്രാലയം മുന്നോട്ട് പോകുന്നത്. മികച്ച തൊഴിൽ സാഹചര്യം എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്നതാണ് പരിശീലന പരിപാടിയിലെ പ്രധാനപ്പെട്ട ചിന്ത. റിയാദും ജിദ്ദയും ഈസ്റ്റേൺ പ്രവിശ്യയിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളാകും ബിസിനസ് ചെയ്യുന്ന സ്ത്രീകൾക്കും ജോലിയെക്കുറിച്ച് കൂടുതൽ ധാരണയും കാര്യശേഷിയും ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പരിശീലന പരിപാടിയിലൂടെ ഉദ്ദേശിച്ചതെന്ന് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അൽ ഫല പറഞ്ഞു. തൊഴിൽ മേഖലയിലെ പ്രവർത്തിക്കുന്നവരുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യമാണ് ഇത്തരം ഒരു പരിപാടിയിലൂടെ ഉദ്ദേശിച്ചത്. തൊഴിൽ പരിസ്ഥിതിയെ കുറിച്ചാണ് കൂടുതലും വ്യക്തമാക്കിയിരുന്നെങ്കിലും സ്ത്രീകളുടെ അവകാശങ്ങളായ വർഷാവധികളെക്കുറിച്ചും മറ്റ് ആനുകൂല്യങ്ങളെക്കുറിച്ചും സ്ത്രീകൾക്കായി സുരക്ഷാ സംവിധാനം അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. ഇത് യഥാർത്ഥത്തിൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. നേരത്തെ സ്ത്രീകൾക്ക് പ്രത്യേക തൊഴിൽ ചെയ്യുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ കാർ ഡ്രൈവ് ചെയ്യുന്നതിനെ കുറിച്ചോ ഒക്കെ തന്നെ ഉണ്ടായ ഒരു കർക്കശമായ നിയന്ത്രണങ്ങളൊക്കെ തന്നെ പിന്നീട് വലിയൊരു ചർച്ചയ്ക്ക് വരികയും മാറ്റങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട്. മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് മാറ്റം എന്ന ഉദ്ദേശത്തോടു കൂടി സൗദി അറേബ്യ ഇപ്പോൾ വലിയൊരു മാറ്റത്തിന്റെ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അവരുടെ തൊഴിൽ സംബന്ധമായ പരിശീലനം കൊടുക്കുന്നത് സംബന്ധിച്ച് പരിസരം തൊഴിൽ ചെയ്യുന്ന പരിസരം തൊഴിലിന്റെ വ്യാപ്തി ഇതൊക്കെ കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാകുന്നത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന്റെ സൂചന തന്നെയാണ്. നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. യുഎഇയിൽ പെട്രോൾ വില വീണ്ടും കുറഞ്ഞു. പുതിയ ഇന്ധനവില മാർച്ച് 1 മുതൽ നിലവിൽ വരും. വിവരങ്ങളുമായി എം അഷ്റഫ് ചേരുകയാണ്. അഷ്റഫ്, ജമാലുദ്ദീൻ ആണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ജമാലുദ്ദീൻ, എത്ര ദിർഹത്തിന്റെ കുറവാണ് വന്നിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ. കഴിഞ്ഞ ജൂലൈയിൽ യുഎഇയിൽ ഇന്ധനവില നിയന്ത്രണം എടുത്തു കളഞ്ഞപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാളും കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ യുഎഇയിൽ പെട്രോളിന്റെ വില. പെട്രോൾ ലിറ്ററിന് 11 ഫിൽസാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. പുതിയ വില പ്രകാരം സൂപ്പർ 98 പെട്രോളിന് 1 ദിർഹവും 47 ഫിൽസുമാണ് നിരക്ക്. സ്പെഷ്യൽ പെട്രോൾ 1 ദിർഹവും 36 ഫിൽസും, ഇ പ്ലസിന് 1 ദിർഹവും 29 ഫിൽസുമാണ് പുതിയ നിരക്ക്. അതേസമയം ഡീസൽ വിലയിൽ നേരിയ വില വർധനവുണ്ടായിട്ടുണ്ട്. ഡീസൽ വില ലിറ്ററിന് 1 ദിർഹവും 40 ഫിൽസുമാണ് പുതിയ വില. അബുദാബിയിൽ ചേർന്ന പെട്രോളിയം വില നിർണ്ണയ സമിതിയുടെ യോഗമാണ് പുതിയ നിരക്കുകൾ നിശ്ചയിച്ചത്. പുതിയ ഇന്ധനവില മാർച്ച് 1 മുതൽ നിലവിൽ വരും. രാജ്യത്തെ എല്ലാ ഇന്ധന സ്റ്റേഷനുകളും പുതിയ നിരക്കനുസരിച്ചായിരിക്കണം മാർച്ച് 1 മുതൽ ഇന്ധനം വിൽക്കേണ്ടതെന്ന് ഊർജ്ജ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ മത്തർ ഹാമിദ് അൽ നയാദി അറിയിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. യുഎഇയിൽ പെട്രോൾ വിലയിൽ കുറവ് വന്നിരിക്കുന്ന വിവരങ്ങളാണ് ജമാലുദ്ദീൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. അബുദാബിയിൽ പുതിയ നമ്പർ പ്ലേറ്റ് ലഭിക്കണമെങ്കിൽ പിഴ അടച്ചു തീർക്കണമെന്ന വ്യവസ്ഥ. ചൊവ്വാഴ്ച മുതലാണ് അബുദാബിയുടെ മുദ്ര പതിഞ്ഞ പുതിയ നമ്പർ പ്ലേറ്റുകൾ ആവശ്യക്കാർക്ക് നൽകുകയെന്ന് ഗതാഗത വകുപ്പ് അധികൃതർ അറിയിച്ചു. എമിറേറ്റിലെ വാഹനയുടമകൾ മുൻകാല ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് ലഭിച്ച പിഴ അടച്ചു ഗതാഗത വകുപ്പിലെ ട്രാഫിക് ഫയലുകൾ കുറ്റമറ്റതാക്കണമെന്നും അധികൃതർ അറിയിച്ചു. പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റി പുതിയത് സ്വന്തമാക്കാൻ 400 ദിർഹമാണ് നിരക്ക്. യുഎഇയിലെ എമിറേറ്റ്സ് ID കാർഡ് ഓഫീസുകളുടെ പ്രവൃത്തി സമയത്തിൽ മാർച്ച് 1 മുതൽ മാറ്റം. രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് പുതുക്കിയ സമയം. നിലവിൽ ഇത് രാത്രി 8:30 വരെയാണ്. അബുദാബിയിലെ അൽ വഹ്ദ ഒഴികെയുള്ള എല്ലാ പ്രധാന കേന്ദ്രങ്ങൾക്കും പുതിയ നിയമം ബാധകമാണ്. അതേസമയം സർക്കാർ വകുപ്പുകളോട് ചേർന്നുള്ള 40 ഉപഭോക്തൃ സേവന കേന്ദ്രങ്ങൾ, പ്രിവന്റീവ് മെഡിസിൻ കേന്ദ്രങ്ങളിലെ 23 ശാഖകൾ എന്നിവിടങ്ങളിൽ നിലവിലുള്ള സമയക്രമം തുടരും. കുവൈറ്റിൽ 5000 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷിയുള്ള 6 സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. സൗരോർജ്ജം വ്യാപകമാക്കുക വഴി വൈദ്യുതി ഉൽപാദനത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണയുടെയും ഗ്യാസിന്റെയും ഉപയോഗം കുറയ്ക്കാൻ കഴിയുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. 10 വർഷം കൊണ്ട് പൂർത്തിയാക്കാനായിരുന്നു നേരത്തെ സർക്കാർ പദ്ധതി ഇട്ടിരുന്നതെങ്കിലും എണ്ണവില ഇടിവ് കണക്കിലെടുത്ത് 5 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനും ആലോചനയുണ്ട്. 1.5 ബില്യൺ കുവൈറ്റി ദിനാറാണ് പദ്ധതിക്ക് ചെലവായി കണക്കാക്കുന്നത്.
പദ്ധതി പൂർത്തീകരണത്തിനും നടത്തിപ്പിനും സ്വകാര്യ മേഖലയുടെയും പങ്കാളിത്തം ഉറപ്പാക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ ആദ്യമായി നടപ്പാക്കിയ ഓൺലൈൻ അഡ്മിഷൻ സംവിധാനം വിജയകരമെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ ഇ.കെ. മുഹമ്മദ് ഷാഫി അറിയിച്ചു. അടുത്ത അധ്യയന വർഷത്തെ LKG മുതൽ 9ാം ക്ലാസ് വരെ ഓൺലൈൻ വഴിയുള്ള അഡ്മിഷനാണ് സ്വീകരിച്ചത്. 2905 വിദ്യാർത്ഥികൾ അപേക്ഷിച്ചതായി പ്രിൻസിപ്പാൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ കുട്ടികൾ അപേക്ഷിച്ചത് LKGയിലാണ്. മാർച്ച് 7 മുതൽ അഡ്മിഷൻ ആരംഭിക്കുമെന്നും അഡ്മിഷൻ ലഭിക്കുന്നവരെ സ്കൂളിൽ നിന്നും വിവരം അറിയിക്കുമെന്നും പ്രിൻസിപ്പാൾ അറിയിച്ചു. UAE പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ തീമ ഗ്രൂപ്പ് പുതിയ 2 ഉൽപ്പന്നങ്ങൾ കൂടി പുറത്തിറക്കി. തീമ റോസ്റ്റഡ് നട്ട്സ്, വിവ പെർഫ്യൂംസ് എന്നീ ഉൽപ്പന്നങ്ങളാണ് പുറത്തിറക്കിയത്. ചടങ്ങിൽ കമ്പനി വൈസ് ചെയർമാൻ ഖമീസ് ആദിഖ് ബിൻ ഹലജ്, IT തലവൻ തുബ്ജി മുഹമ്മദ് ആദിഖ്, ഖമീസ് ബിൻ ഹലജ്, MD മുസ്തഫ ചേരിയിൽ എന്നിവരാണ് ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയത്. ഡയറക്ടർ നെഹാദു ചേരിയിൽ, ജനറൽ മാനേജർ നിഹാബ് കപൂർ, അഡ്മിൻ മാനേജർ മൻസൂർ ബാബു, സെയിൽസ് മാനേജർ റസൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇറാഖിലെ കുർദിസ്ഥാനിൽ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന 1000 അനാഥ കുട്ടികളുടെ സംരക്ഷണം സൗദി അറേബ്യ ഏറ്റെടുത്തു. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അനാഥരും അഭയാർത്ഥികളുമായി 1000 കുട്ടികളുടെ സംരക്ഷണം സൗദി ഗവൺമെന്റിനെ ഇറാഖിലെ മുഫ്തിമാരിൽ ഒരാളായ റാഫിക് അൽ റീഫ പ്രശംസിച്ചു. ഇവർക്കുള്ള സഹായം ഇറാഖിലെ ഇപ്പോഴത്തെ സർക്കാരിന് ഏൽപ്പിക്കരുതെന്ന് അദ്ദേഹം സൗദി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. സൗദി നേരിട്ട് കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യം ഉന്നയിച്ചു. മലപ്പുറം ജില്ലാ കുനിയിൽ പ്രദേശത്തുകാരുടെ ഗ്ലോബൽ കൂട്ടായ്മയായ കുനിയിൽ എക്സ്പോർട്സ് ഇൻ ദ ചാപ്റ്റർ വൈവിധ്യവും വർണ്ണാഭവുമായ ഒട്ടേറെ കലാകായിക വിജ്ഞാന പരിപാടികളോട് കുനിയിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ കുനിയിൽ പ്രദേശത്തുകാരുടെ ഗ്ലോബൽ കൂട്ടായ്മയായ കുനിൽ എക്സ്പാർട്ടിയസ് അസോസിയേഷൻ റിയാദ് ചാപ്റ്റർ വൈവിധ്യവും വർണ്ണാഭവുമായ ഒട്ടേറെ കലാ കായിക വിജ്ഞാന സാംസ്കാരിക പരിപാടികളോടെ കുനിയിൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ബിസിനസ് രംഗങ്ങളിൽ വിജയം കൈവരിച്ച കുനിയിൽ പ്രദേശവാസികളായ ബഷീർ KM, മുഹമ്മദ് കാരങ്ങാടൻ, അത്തീഖ് റഹ്മാൻ VP, ഷമീം KM എന്നീ വ്യക്തികളെ അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി മാനിച്ച് ബിസിനസ് എക്സലൻസി പുരസ്കാരം നൽകി ആദരിച്ചു. സാംസ്കാരിക പരിപാടി ഫോർക്ക ചെയർമാൻ നാസർ കാരന്തുൽ ഉദ്ഘാടനം ചെയ്തു. നോർക്ക കൺസൾട്ടന്റ് ഷിഹാബ് കൊട്ടുകാട് മുഖ്യാതിഥിയായിരുന്നു. ഷക്കീബ് കൊളക്കാടൻ മുഖ്യപ്രഭാഷണം നടത്തി. കിയ മിഡിൽ ഈസ്റ്റ് ഭാരവാഹികളായ ജൌഹർ, നിയാസ് KT, ഇല്യാസ് മണ്ണാർക്കാട്, ജമാൽ എറിഞ്ഞിമാവ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ചടങ്ങിൽ പ്രസിഡന്റ് നൌഫൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അമ്മാർ KT സ്വാഗതവും അഹമ്മദ് കോയ നന്ദിയും പറഞ്ഞു. ബഷീർ KM, മുനീർ കുനിയിൽ, ജിഫിൻ അരീക്കോട് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. ഗൾഫ് ബിസിനസ് കാർഡ് ഡയറക്ടറുടെ 10ാം പതിപ്പ് സൗദി അറേബ്യയിലും ലഭ്യമാക്കുമെന്ന് മീഡിയ പ്ലസ് CEO അമാനുള്ള വടക്കാങ്ങരയും ഫ്രണ്ട്സ് ക്രിയേഷൻസ് ഡയറക്ടർ ഉബൈദ് എടവണ്ണയും അറിയിച്ചു. വിവിധ ഭാഷകളിൽ നിരവധി ഡയറക്ടറുകളും ഓൺലൈൻ സൈറ്റുകളും സജീവമായ കാലത്താണ് സംരംഭകരെയും ഉപഭോക്താക്കളെയും ഇടതട്ടുകാരില്ലാതെ നേരിട്ട് ബന്ധപ്പെടുത്തുകയെന്ന പുതിയ ആശയവുമായി 2006 ബിസിനസ് കാർഡ് ഡയറക്ടറി പുറത്തിറക്കിയത്. ഡയറക്ടറിയുടെ ഓൺലൈൻ എഡിഷനും മൊബൈൽ ആപ്ലിക്കേഷനും നിലവിൽ വന്നിട്ടുണ്ട്. സൗദിയിലെ ഹോട്ടലുകൾ പാചകം ചെയ്ത് വിൽക്കുന്ന ഇറച്ചിയുടെ വിവരങ്ങൾ വ്യക്തമാക്കുന്ന ബോർഡുകൾ നിർബന്ധമാക്കണമെന്ന് മുനിസിപ്പൽ ഗ്രാമ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഒട്ടകം, പശു, ആട്, കോഴി, മത്സ്യം തുടങ്ങി ഏതുതരം മാംസമാണ് തങ്ങളുടെ പക്കൽ ഭക്ഷിക്കാൻ തയ്യാറുള്ളതെന്ന് വ്യക്തമായിരിക്കണം. ഇവയുടെ ഇറക്കുമതി അടക്കമുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തണം. നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങളെക്കുറിച്ച് 940 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇറാം ഗ്രൂപ്പ് ചെയർമാനും പ്രമുഖ പ്രവാസി വ്യവസായിയുമായ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദിന് ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിച്ചു. മാനവ സേവാ രംഗത്തും ജീവകാരുണ്യ മേഖലയിലുള്ള ഇടപെടലുമാണ് സിദ്ദിഖ് അഹമ്മദിനെ അവാർഡിന് അർഹനാക്കിയത്. മാർച്ച് 2 മലേഷ്യൻ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ നടക്കുന്ന രാജ്യാന്തര സൗഹൃദ സമ്മേളനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. ജിസാൻ സബിയ നഗരത്തിൽ കമ്പനിയിലെ സൂപ്പർവൈസറിൽ നിന്ന് തലക്കടിയേറ്റ് ഇന്ത്യക്കാരൻ മരിച്ച സംഭവത്തിൽ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് ഇടപെട്ട് അന്വേഷണം ഊർജിതമാക്കി. മെറ്റൽ ക്രഷർ യൂണിറ്റിൽ മെക്കാനിക്കായ ബീഹാർ സ്വദേശി രാജേഷ് കുമാർ ഷായാണ് മരിച്ച ഇന്ത്യക്കാരൻ. കഴിഞ്ഞ മാസം 31-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥനായ രവി സിംഗ് കഴിഞ്ഞ ദിവസം ജിസാനിലെത്തി പോലീസ് നടപടികളും അന്വേഷണ പുരോഗതിയും വിലയിരുത്തി. ഇന്ത്യൻ ജനതയെ വെട്ടിമുറിക്കുവാൻ മതവർഗീയ ശക്തികളെ അനുവദിക്കുകയില്ലെന്ന് നവോദയ ദമാം ടൗൺ സാംസ്കാരിക കൂട്ടായ്മ പ്രതിജ്ഞയെടുത്തു. JNU സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നവോദയ ദമാം ടൗൺ സാംസ്കാരിക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സംവാദ സദസ്സാണ് പ്രതിജ്ഞയെടുത്തത്.
അജയൻ ഇല്ലിച്ചിറ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ വിഷയം അവതരിപ്പിച്ചു. നവോദയ അൽഹസ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹസയിലെ മുഴുവൻ പ്രവാസികൾക്കുമായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിപുലമായ കായികമേള നടത്താൻ തീരുമാനിച്ചു. മാർച്ച് 4, 11 തീയതികളിൽ മേഖലാ തലത്തിലും ഏപ്രിൽ 1 ഫൈനൽ മത്സരങ്ങളും നടക്കും. ഏപ്രിൽ 8 സമാപനത്തോടനുബന്ധിച്ച് ഭക്ഷ്യമേളയും വിപുലമായ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. കായികമേള വിജയിപ്പിക്കുന്നതിനായി രാമചന്ദ്രൻ കളത്തിൽ ചെയർമാനായും ജയപ്രകാശ് കൺവീനറായും സ്വാഗത സംഘം രൂപീകരിച്ചു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ പിളർപ്പ് ഉറപ്പായി. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പുതിയ കേരള കോൺഗ്രസ് രൂപീകരിക്കും. ഫ്രാൻസിസ് ജോർജിനെ കൂടാതെ ജോസഫ് ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കളായ ആന്റണി രാജു, ഡോക്ടർ KC ജോസഫ്, PC ജോസഫ് എന്നിവരും നേതൃനിരയിൽ എത്തും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ പിളർപ്പുറപ്പാക്കി പ്രബല നേതാക്കൾ പാർട്ടി വിടുന്ന കാര്യത്തിൽ ധാരണയിലെത്തി. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനാണ് ആലോചന. ജോസഫ് വിഭാഗത്തിലെ പ്രമുഖ നേതാക്കളായ ആന്റണി രാജു, KC ജോസഫ്, PC ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇതോടെ മാണി ഗ്രൂപ്പിനുള്ളിലെ ജോസഫ് വിഭാഗം ദുർബലമാകും. വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് മാത്രമാണ് കേരള കോൺഗ്രസ് എമ്മിൽ തുടരുക. ജോസ് കെ മാണി പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു, ജോസ് കെ മാണിക്ക് വേണ്ടി പ്രധാന നേതാക്കളെ അവഗണിക്കുന്നു, ഇനി തുടരാനാകില്ല എന്ന നിലപാടാണ് പുറത്തുവരുന്ന നേതാക്കൾ സ്വീകരിക്കുന്നത്. പ്രത്യേക ഘടകകക്ഷിയായി UDF-ൽ തുടരാനുള്ള ശ്രമം ജോസഫ് വിഭാഗം നടത്തിയിരുന്നെങ്കിലും മാണി അനുവദിച്ചില്ല. UDF നേതൃത്വത്തിൽ KM മാണി കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് പുതിയ പാർട്ടി രൂപീകരിച്ച് UDF വിടാനുള്ള ജോസഫ് വിഭാഗം നേതാക്കളുടെ തീരുമാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF വിടില്ലെന്ന് PJ ജോസഫ്. സീറ്റ് ചർച്ചകൾ തുടരുകയാണെന്നും PJ ജോസഫ് വ്യക്തമാക്കി. BJP കോൺഗ്രസ് വെള്ളാപ്പള്ളി കൂട്ടുകെട്ടിന് വഴിയൊരുങ്ങുന്നുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അതിനുള്ള സാഹചര്യമാണ് നിലവിലുള്ളതെന്നും അതിനുള്ള തെളിവാണ് മുഖ്യമന്ത്രിയെ വെള്ളാപ്പള്ളി പ്രശംസിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. രാജിവെച്ച് കോവൂർ കുഞ്ഞുമോന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച RSP ലെനിനിസ്റ്റിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു പിണറായി. വെള്ളാപ്പള്ളിയും കോൺഗ്രസും BJPയും ചേർന്നുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന് കേരളത്തിൽ കളമൊരുക്കുന്നതായും അതിന്റെ തെളിവാണ് മുഖ്യമന്ത്രിയെ വെള്ളാപ്പള്ളി പ്രശംസിച്ചതെന്നും പിണറായി പറഞ്ഞു. RSSനെ പ്രീണിപ്പിക്കാൻ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് വലിയ ശ്രമം നടത്തുന്നു. രണ്ടു കൂട്ടർക്കും പരസ്പരം ഒരു കൈത്താങ് വേണം എന്ന ചിന്തയാണ് ഈ പ്രീണനത്തിനിടയാക്കുന്നത്. അടുത്ത ദിവസം വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തന്നെ ഒരു കാര്യം പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് എന്നതാണ്. അങ്ങനെ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ്, തെറ്റിദ്ധരിക്കേണ്ട. ഒരു ബാന്ധവം ഏതു തരത്തിൽ സ്ഥാപിക്കാനാകും എന്നതിന് രഹസ്യമായ ഒട്ടേറെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിന് മുന്നിൽ നിൽക്കാൻ താൻ തയ്യാർ എന്ന പ്രഖ്യാപനമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ജീർണതയുടെ പര്യായമായ UDF-ൽ നിന്നും പുറത്തുവരാൻ നിങ്ങൾ കാണിച്ച ധൈര്യത്തെ പ്രശംസിക്കുന്നതായി പിണറായി പറഞ്ഞപ്പോൾ പ്രവർത്തകർ കരഘോഷം മുഴക്കി. കോവൂർ കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPIയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബു, ജോർജ് സെബാസ്റ്റ്യൻ, തോപ്പിൽ സായി, അമ്പലത്ര ശ്രീധരൻ നായർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സീറ്റ് വിഭജനം UDF-ൽ കീറാമുട്ടിയാകുന്നു. കൊല്ലത്ത് ഘടകകക്ഷികളിൽ RSPക്ക് മാത്രമേ സീറ്റ് നൽകൂവെന്ന് DCC പ്രസിഡന്റ്. 11 മണ്ഡലങ്ങളിൽ 3 സീറ്റ് RSPക്കും 8 സീറ്റ് കോൺഗ്രസിനുമാണെന്ന് DCC പ്രസിഡന്റ് ഏഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. കൊല്ലത്തെ പാർട്ടിയെ സംബന്ധിച്ചോളം അവിടെ UDF-ൽപ്പെട്ട 3 കക്ഷികൾ, RSPക്ക് 3 സീറ്റ്, ചവറ, ഇരുവീരം, കുന്നത്തൂർ, അവരുടെ കയ്യിലിരിക്കുന്ന 3 സീറ്റ് അത് അവർക്ക് തന്നെ യുക്തമായി ഉപയോഗിക്കാമെന്നുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ പാർട്ടിക്കും കൊല്ലം ജില്ലാ UDF-നും ഉള്ളത്. അപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അക്കാര്യത്തിൽ വളരെ വ്യക്തമായി അതിൽ തർക്കമുണ്ടാക്കേണ്ട എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി 8 സീറ്റാണ് അവശേഷിക്കുന്നത്. 8 സീറ്റ് കോൺഗ്രസിന് തന്നെ നിലനിർത്താനും അത് ജില്ലയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മത്സരിപ്പിക്കാനും കഴിയണം എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റിനായി മുസ്ലിം ലീഗും പിടിമുറക്കുന്നു. തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. RSPക്ക് വേണ്ടി ഇരവിപുരം വിട്ടുകൊടുക്കേണ്ടെന്നാണ് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. 1980 മുതൽ തെക്കൻ കേരളത്തിൽ ലീഗ് മത്സരിക്കുന്ന ഇരവിപുരം സീറ്റ് ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണെന്നാണ് കൊല്ലത്ത് ചേർന്ന ലീഗ് മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിന്റെ നിലപാട്.
അതുകൊണ്ട് തന്നെ ഒരു നീക്കുപോക്കിനും നേതൃത്വം വഴങ്ങരുതെന്ന് ഭാരവാഹികൾ നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. മണ്ഡലം കൊല്ലം ജില്ലയിൽ ഇതേപോലെ നിയോജക മണ്ഡലമാണ് 80 മുതൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് കൂടി തീരുമാനിച്ചാൽ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ മറ്റിടത്ത് ചോദിക്കും. മുമ്പ് ലീഗിന് 2 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ UDF ഭാഗത്ത് 3-4 സീറ്റ് ഒഴിവുണ്ട്. അതുകൊണ്ട് ലീഗിന് 2 സീറ്റ് കിട്ടണം കൊല്ലം ജില്ലയിൽ. ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ കൊടുക്കണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണ കമ്മിറ്റി ഇതേവരെ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞത്. 982 മണ്ഡലത്തെ നമ്മൾ മത്സരിച്ചത് ചടയമംഗലം ഇതേവരും. പക്ഷേ ആ ചടയമംഗലത്തിൽ നമ്മൾ 80 കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 2 സീറ്റിലാണ് നമ്മൾ മത്സരിച്ചത്. വെസ്റ്റിലും മത്സരിച്ച് കടത്തിട്ടു. ഈ 2 മണ്ഡലം ഒന്ന് മാറിക്കൊടുത്തപ്പോൾ ആ 2 മണ്ഡലം പോയതുപോലെ ഇനി കൊല്ലത്ത് അങ്ങനെ ഒരു മണ്ഡലം പോകാൻ പാടില്ല. മാത്രമല്ല തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യവും ലീഗ് ഉന്നയിക്കും. അതേസമയം ഇരവിപുരത്ത് RSP മത്സരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി A. ആസിസ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജയസാധ്യതയില്ലാത്ത ഏതെങ്കിലും മണ്ഡലം നൽകി ലീഗിനെ ഒതുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. RSP UDF-ൽ എത്തിയതോടെ കൊല്ലത്ത് ലീഗിനെതിരെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ കാലുവാരിയതും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദുർബലപ്പെടുത്താനാണെന്നും ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകുന്ന പതിവ് പരിപാടി പറ്റില്ലെന്ന് ജനതാദൾ UU. പുറത്തുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. പതിവായി തോൽക്കുന്ന സീറ്റുകൾ വെച്ചുമാറണമെന്ന് ബുധനാഴ്ച ചേർന്ന UDF യോഗത്തിൽ ആവശ്യപ്പെടുമെന്ന് വർഗീസ് ജോർജ് പീപ്പിൾ TVയോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ നൽകുന്ന പതിവ് പരിപാടി അംഗീകരിക്കില്ലെന്ന നിലപാട് JDU UDF നേതൃത്വത്തെ അറിയിക്കും. പതിവായി തോൽക്കുന്ന മട്ടന്നൂർ, ഏലത്തൂർ, നേമം തുടങ്ങിയ മണ്ഡലങ്ങൾ വേണ്ട. ഇതിനു പകരം കൊച്ചിയിലോ ആലപ്പുഴയിലോ സീറ്റുകൾ നൽകണമെന്ന് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടിയ 6 സീറ്റുകളിൽ 3 സീറ്റുകൾ തീരെ ജയസാധ്യതയില്ലാത്ത സീറ്റുകളായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ മുന്നണിയിൽ താമസിച്ചു എന്നതുകൊണ്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ആദ്യം ജയിക്കുന്ന സീറ്റുകളിൽ ചിലതാണ് ഞങ്ങൾക്ക് തന്നത്. 70-80 സീറ്റ് മത്സരിക്കുന്ന ഒരു വലിയ പാർട്ടി തോക്കുന്ന 7-8 സീറ്റ് മത്സരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷെ 6 സീറ്റ് മത്സരിച്ചൊരു പാർട്ടി നേരെ പകുതി സീറ്റുകളിൽ വിജയസാധ്യതയില്ലാത്ത സീറ്റുകളിൽ മത്സരിക്കുന്ന ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണം. മുന്നണി വിട്ടുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. കുറച്ച് സീറ്റുകൾ ഇപ്പോൾ UDF-ൽ പുതുതായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. ചില ഘടകകക്ഷികൾ UDF വിട്ടുപോയതുകൊണ്ട് ആ സീറ്റുകൾ ആനുപാതികമായി ഞങ്ങളുടെ പാർട്ടി കൂടി വീതിച്ചു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. നിയമത്തിനു പകരം തിരുവനന്തപുരത്ത് മറ്റൊരു മണ്ഡലം നൽകണമെന്നും JDU ആവശ്യപ്പെട്ടു. ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ JDU നിലപാടറിയിക്കും. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് പിന്നീട് അറിയിക്കാമെന്ന് VS അച്യുതാനന്ദൻ. മത്സരരംഗത്തുണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചാണ് ചൊവ്വാഴ്ച നടക്കാൻ പോണ അതെല്ലാം പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് സംഘപരിവാറിന്റെ വധഭീഷണി. യെച്ചൂരിയുടെ ട്വിറ്റർ, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാനും ശ്രമമുണ്ടായി. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ദില്ലി പോലീസ് വ്യക്തമാക്കി. അതേസമയം സീതാറാം യെച്ചൂരി, രാഹുൽ ഗാന്ധി, കെജ്രിവാൾ എന്നിവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തു. തെലങ്കാന സദൈർബാദിലെ സരൂർ നഗർ പോലീസാണ് കേസെടുത്തത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, CPI നേതാവ് D. രാജ, കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തത്. ദില്ലി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികളായ കനയ്യകുമാർ, ഉമർ ഖാലിദ് എന്നിവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. തെലുങ്കാനയിലെ സൈബരാബാദ് സരൂർ നഗർ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. ടെലിവിഷൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ജനാർദ്ദന ഗൌഡ് എന്ന അഭിഭാഷകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. JNU-വിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച നേതാക്കൾക്കെതിരെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത്. അതേസമയം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കെതിരെ വീണ്ടും വധഭീഷണിയുണ്ടായി. JNU വിദ്യാർത്ഥികളെ അനുകൂലിച്ച് സമൂഹമാധ്യമങ്ങളിൽ നടത്തുന്ന പ്രസ്താവനകൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്നാണ് അജ്ഞാത നമ്പറിൽ നിന്നും മൊബൈൽ സന്ദേശം ലഭിച്ചത്. പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനകൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും സന്ദേശത്തിൽ ഭീഷണിപ്പെടുത്തുന്നു. യെച്ചൂരിയുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യാനും ശ്രമം നടക്കുന്നതായി സംശയമുണ്ട്. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സീതാറാം യെച്ചൂരി നൽകിയ പരാതിയിൽ ദില്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർച്ചയായി വധഭീഷണി നേരിടേണ്ടി വരുന്ന കാര്യം പാർലമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് യെച്ചൂരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ,
ദിലീപ്. NDA സർക്കാരിന്റെ രണ്ടാമത്തെ പൂർണ്ണ ബജറ്റ് നാളെ 11 മണിയോടെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ അവതരിപ്പിക്കും. സ്വകാര്യവൽക്കരണത്തിന് ബജറ്റിൽ ഊന്നൽ നൽകും. ഇതിനായി കോർപ്പറേറ്റ് നികുതി കുറയ്ക്കാനുള്ള പ്രഖ്യാപനവും ഉണ്ടാകും. അടിസ്ഥാന സൗകര്യ മേഖലകളിൽ പൊതുനിക്ഷേപം വർദ്ധിപ്പിച്ചും സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കും. ഗാർഹിക ഉപഭോക്താക്കൾക്ക് നൽകുന്ന സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം കുറയ്ക്കണമെന്ന സാമ്പത്തിക സർവേ നിർദ്ദേശം ബജറ്റ് അംഗീകരിക്കുമെന്നാണ് സൂചന. ചലച്ചിത്രങ്ങളിലെയും ഡോക്യുമെന്ററികളിലെയും ശബ്ദമിശ്രണത്തിനുള്ള പ്രശസ്തമായ ഗോൾഡൻ റീൽ പുരസ്കാരം റസൂൽ പൂക്കുട്ടിക്ക്. ഇന്ത്യാസ് ഡോട്ടർ എന്ന ഡോക്യുമെന്ററിക്കാണ് പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് റസൂൽ പൂക്കുട്ടി. 2012 ഡിസംബർ 16 ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ പീഡനത്തിനിരയായി മരിച്ച പെൺകുട്ടിയുടെ ജീവിതമാണ് ഇന്ത്യാസ് ഡോട്ടർ എന്ന ഡോക്യുമെന്ററി. രാജേഷ് പിള്ളയ്ക്ക് മലയാളത്തിന്റെ അന്ത്യാഞ്ജലി. രവിപുരത്തെ ശ്മശാനത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങൾ. മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സിനിമാ സാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 2005 ചലച്ചിത്ര മേഖലയിലെത്തിയ രാജേഷ് പിള്ള ട്രാഫിക്, മിലി, വേട്ട തുടങ്ങി 5 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു 42-കാരനായ രാജേഷ് പിള്ളയുടെ മരണം.